ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 1 സ്വാഗതം. നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സീരീസ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. നമ്മൾ ഏത് വേൾഡാണ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ആ വേൾഡ് തന്നെ കളിക്കും. ഇപ്പോൾ കടലിലാണെങ്കിൽ കടലിൽ, ചെറിയ ഐലൻഡിലാണെങ്കിൽ ചെറിയ ഐലൻഡ്, അങ്ങനെ നമ്മൾ വേറെ വേൾഡ് ക്രിയേറ്റ് അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഓക്കെ, മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ഷെൽട്ടർ പാക്ക് ഇടുന്ന കാരണം വീഡിയോൻ്റെ തുടക്കഭാഗത്ത് ലാഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, പരിപാടികളൊക്കെ ചെയ്യുക. ഓക്കെ, നമ്മൾ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഡെസേർട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾക്ക് ഡെസേർട്ട് ആയാലും ശരി, എന്തായാലും ശരി. നമ്മളിപ്പോൾ ഇനി മുതൽ ഡെസേർട്ടിലാവും നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് തപ്പി നോക്കാം. എന്തായാലും ബെഡിലുള്ള പരിപാടികൾ കാര്യങ്ങൾ നോക്കട്ടെ. മരുഭൂമി മാത്രം, വേറെ ഒന്നും കാണാനില്ല. നമുക്ക് ഇവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്തോട്ട് തന്നെ പോയി നോക്കാം. നമുക്ക് നോക്കി നോക്കാം, ഇതിൻ്റെ അറ്റത്ത് പോയിട്ട് നോക്കി നോക്കാം. അവിടെ നിന്ന് എന്തെങ്കിലും മല, കുന്നോ, കാടോ, മരോ. നമുക്ക് കാടിൽ കിട്ടാൻ വേറെ വഴിയില്ല, നമുക്ക് കാടിന് തപ്പി പോകണം. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് നീന്തി നോക്കാം. ഷുഗർ കെയിൻ ഇല്ലാണ്ട് കാരണം ഇവിടെ ഫുള്ള് ഷുഗർ കെയിൻ കാണാണ്ട്. വേറെ നോക്കട്ടെ. അപ്പുറത്തായിട്ട് ഇവിടെ ആയിട്ടൊരു കുന്ന് കാണുന്ന മാതിരി തോന്നുന്നുണ്ട്. ഗൈസ് നോക്കട്ടെ. യെസ് ഗൈസ്, നമുക്കവിടെ എന്തോ ഇത് ഡെസേർട്ട് ആണോന്ന് അറിയില്ല ഗൈസ്. ഇപ്പം എന്തായാലും നിങ്ങൾ നീന്തുന്നത് 2x2 കണ്ടോളി. ഗൈസ്, ഇവിടെയും മണൽ തന്നെയാണ് കാണാനുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് എന്തായാലും നടന്നു നോക്കാം. നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കാണുകയാണെങ്കിൽ എന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗൈസ്, നമുക്ക് ദൂരത്തായിട്ട് എന്തോ ഒരു ബുർജ് ഖലീഫ പോലത്തെ സാധനം കാണാനുണ്ട്. ഗൈസ്, ടെറാക്കോട്ടയാണത്. നമുക്കത് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, അതാ അവിടെ മരങ്ങളും കാണാനുണ്ട് നമുക്ക്. ഓക്കെ, മരം. ഗൈസ്, വില്ലേജ് കിട്ടിയെന്ന് തോന്നുന്നത്. അത് വില്ലേജ് അല്ല ഗൈസ്, അത് ഒരു വേറൊരു സാധനമാണ്. നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്കറിയാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിൽ കുറച്ച് സാധനങ്ങൾ കിട്ടും. നമുക്ക് അത് കൊത്തിയെടുക്കാനുള്ള പരിപാടി. ഗൈസ്, നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇത് നമുക്ക് തൽക്കാലം ഒരു വീട് പണിയേക്കാൾ നല്ല ഇതൊരു വീടാക്കി എടുക്കുക. അതായിരിക്കും കണ്ടന്റ്. ഗൈസ്, നമുക്കത് പൊട്ടിച്ച് നോക്കാം. ഗൈസ്, എന്തായാലും പൊട്ടിച്ചിട്ട് ഇപ്പോൾ ചാടാൻ പറ്റില്ല, കാരണം ചാടി കഴിഞ്ഞാൽ TNT പൊട്ടി നമ്മുടെ കഥ കഴിയുന്നതാവും. നമുക്ക് കുറച്ച് ഒരു പിക്കാറ്റ്സോ ആക്സൊക്കെ ഉണ്ടാക്കിയിട്ട് മരപ്പെട്ടി നമുക്ക് പരിപാടികൾ നോക്കാം. എന്നിട്ട് നമുക്കത് കൊത്തിയെടുക്കാം. എന്തായാലും അവിടെ അയണും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഗൈസ്, ഇത് 2x2 കണ്ടോളി നിങ്ങൾ. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ആവശ്യമുള്ള കല്ലും മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. എന്നിട്ട് അവിടുത്തെ സാധനങ്ങൾ വെട്ടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആടിനെ ഷീപ്പിനെ കില്ല് ചെയ്യണം. എന്നിട്ട് വേണം ബെഡ് സെറ്റ് ചെയ്യാൻ. നല്ല നൈറ്റ് ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് സ്ലീപ്പ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സോംബിയുടെ ഇടയിൽ കിടന്ന് നമ്മൾ മരണപ്പെടുന്നതാവും. ഗൈസ്, അതുപോലെ തന്നെ ഇത് തന്നെ നമുക്കൊരു താൽക്കാലികമായൊരു ഹോമാക്കി മാറ്റാം. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്ക് ബോറടിക്കുന്ന സീനൊക്കെ ഞാൻ 2x ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഞാൻ പറയും 2 ആക്കണതിൻ്റെ മുന്നേ ഞാൻ പറയും 2 ആക്കുന്നത് ഗൈസ്. ഓക്കെ, എന്തായാലും കറിച്ചാറുണ്ട്, പ്ലേറ്റ് പൊട്ടിച്ചു. ഓ ഗൈസ്, 5 ആപ്പിളൊക്കെ ഉണ്ട്. ഓ മാൻ, നമുക്ക് തൽക്കാലം അതിന് 2 ഗോൾഡൻ ആപ്പിൾ എടുത്ത് തിന്നാം, അല്ലാതെ വേറെ വഴിയില്ല. അടുത്തത് പൊട്ടിക്കട്ടെ. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അടുത്തത് ഓ ഗൈസ്, അയൺ കിട്ടി. മതി, നമുക്ക് താൽക്കാലികമായി ഇത് മതി ഗൈസ്. ഡയമണ്ട് കാര്യങ്ങളൊക്കെ കാണാനല്ല, ഞാൻ അടുത്ത ജസ്റ്റ് കൂടി ഉണ്ട്, ജസ്റ്റ് കൂടി ഉണ്ടാകും, നോക്കാം. TNT കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കൊത്താം. അതിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. അതും കൂടി കൊത്തിയെടുത്തതിന് ശേഷം നമുക്ക് മേലോട്ട് കയറിയിട്ട് ഷീപ്പിനെ, അതായത് നമുക്ക് 3 ഷീപ്പിനെ ഇപ്പം തന്നെ നമുക്ക് ആടിനെ കണ്ടെത്താനുള്ള പരിപാടി നോക്കാം. എന്നിട്ട് വേണം 3 ബോൾ കളിച്ചതിന് ശേഷം ബെഡ് ഉണ്ടാക്കണം. സോ അതിന് മുന്നേ എന്തായാലും ഗോൾഡൻ ആപ്പിൾ തിന്നെ നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അവിടെ ആടിനെ കണ്ടു, ഭാഗ്യമുണ്ട്. അത് 2 കണ്ടോളി. ഓക്കെ, എന്തായാലും 3ാമത്തെ ആടിനെയും കൂടിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇരുട്ട് മുന്നേ കുറച്ച് മരം ബെഡ് ഉണ്ടാക്കാനുള്ള വുഡും കൂടിയും വെട്ടിയതിന് ശേഷം കിടന്നുറങ്ങാം. അതിന് ശേഷം നമുക്ക് ആ വീടും സെറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്തായാലും ഇത്രേ ഉണ്ടാവുള്ളൂ. നാളെ മുതൽ നിങ്ങൾ പേടിക്കണം, നമ്മൾ ഡെയിലി നിങ്ങൾ വെറുപ്പിക്കാൻ വേണ്ടി വരും. അപ്പോൾ എല്ലാവരും സബ്ബൊക്കെ ചെയ്ത് സെറ്റായിരിക്കുക. ഓക്കെ ഗൈസ്, സോംബി വന്ന് നമ്മൾ തിന്നതിന് മുന്നേ നമ്മൾ പോയി കിടന്നുറങ്ങട്ടെ. എന്തായാലും നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും നല്ലൊരു പരിപാടിയും കാര്യങ്ങളും. കാരണം ഇവിടെ ഡെസേർട്ട് കിട്ടി. ഇപ്പുറത്ത് ഈ ബയോമിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ സ്പൈഡർ നമ്മുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. കയറിപ്പോട്ടെ. ഓ, അന്നേരം പിന്നാണ്ട് നമുക്ക് വെട്ടി തീർത്താക്കാം. അതിന് ശേഷം അത് അടുത്തവനും വരുന്നുണ്ട്. ഇവിടെ അടക്കം കേസ് നമുക്ക് 2 കല്ല് വെച്ച് അടക്കൊക്കെ. അവന് ഈ ദിവസം മുതൽ ബെഡ് ഉണ്ടാക്കി കിടന്നുറങ്ങട്ടെ. ഗൈസ്, ഇപ്പോൾ തന്നെ മോർണിംഗ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മോർണിംഗ് ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം ഈ വീട് റെഡിയാക്കാണ്ട് അതിന് മുന്നേ നമുക്ക് കുറച്ച് മരം കാര്യങ്ങളൊക്കെ വെട്ടി ഇതിന് ഡോറൊക്കെ പിടിപ്പിക്കണം. മരം കാര്യങ്ങളൊക്കെ വെട്ടി കുറച്ച് ടൂൾസ് കൂടി ഉണ്ടാക്കണം. ഓ ഗൈസ്, ഇന്നലത്തെ പ്രതികാരം വീട്ടാനായി വാതിലിൻ്റെ മുന്നിൽ തന്നെ അവനുണ്ടായിരുന്നു, കള്ളനായ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മരം വെട്ടുള്ള പരിപാടി നോക്കാം. ഗൈസ്, എന്തായാലും ഈ വീഡിയോ ഓൾറെഡി നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഇനി ഓവർ ലെങ്ത് ആക്കാനുള്ള ഉദ്ദേശമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ വീട് റെഡിയാക്കിയതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ വാതിൽ വെക്കട്ടെ. വാതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ബാക്കി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓ ഗൈസ്, ഇവിടെ നിന്നാണ് ഇവന്മാരൊക്കെ കയറി വരുന്നത്. പക്ഷെ എന്നാലും ഡെഡ് ആവാനായിട്ടുണ്ട് ഞാൻ. ഒരടി കൂടി ഓക്കെ ഗൈസ്, അതിൻ്റെ കഥ കഴിഞ്ഞിട്ട് വന്നാൽ നമുക്കിവിടെ വാതിൽ കാര്യങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും വീട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ മേലെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേലത്തെ ഫ്ലോറും അടിയിലേക്ക് ബെഡ് വെക്കണം നല്ലത്. ബിക്കോസ് നമ്മൾ അഥവാ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പോൾ ഈ ബെഡിലോട്ട് അമർത്തുമ്പോൾ യു മേ നോട്ട് ഹാവ് സ്ലീപ്പ് മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അടിയിലാണ് സേഫ് ഒന്നുകൂടി. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തിട്ട് അവിടെ ബെഡ് വെക്കാം. മേലെ ഏറ്റവും ടോപ്പിൽ ജസ്റ്റ് പരിപാടികൾ നടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ഫർണസോ അല്ലെങ്കിൽ വേറെ ജസ്റ്റ് ക്രാഫ്റ്റബിൾ വെറുതെ ജസ്റ്റ് ഗൈസ്. ഈ വീട് താൽക്കാലികം മാത്രം. നമ്മൾ വേറെ കൊട്ടാരം പണിയുന്നതായിരിക്കും, നിങ്ങൾ പേടിക്കണ്ട.
എന്തായാലും ഇവിടുത്തെ ഈ സൈഡ് ഇതിൻ്റെ അടിയിലത്തെ TNT നമുക്ക് കൊത്തണം കേട്ടോ. അത് സേഫ് അല്ല. അഥവാ നമ്മളെങ്ങാനും അറിയാതൊരു ബട്ടൺ ഉണ്ടാക്കി അതിൻ്റെ മേലെ വെച്ച് അത് പൊട്ടിപ്പോയാലോ. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം കിട്ടുമ്പോൾ അത് കൊത്തിയെടുക്കാം. എന്തായാലും അടുത്ത എപ്പിസോഡുകളിലായി അത് നമുക്ക് കൊത്തിയെടുക്കാം. നമുക്ക് ആവശ്യം വരും. അതെന്തായാലും മൈനിങ്ങിന് പോകുമ്പോൾ നമുക്ക് അതൊക്കെ എടുത്തിട്ട് പോവാം. വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത എപ്പിസോഡ് മുതൽ സെറ്റായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. എപ്പിസോഡ് വളരെ ബോറിംഗ് ആണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു എപ്പിസോഡ് ഇടണ്ടേ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീട് പണിയണോ, ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീട് പണിയണോ, വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടണോ, എന്തെങ്കിലുമൊക്കെ അങ്ങനെ TNT കണ്ടില്ലേ. എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എക്സാമൊക്കെ വരാൻ പോണു. എല്ലാവരും മൂഞ്ചി തെറ്റിയിരിക്കാന്നറിയാം. പോയിരുന്ന് പഠിക്കാൻ നോക്കി. ശരി ഗൈസ്, ഞാൻ പോവാണ്. നാളത്തെ എപ്പിസോഡിൽ കാണാം.